ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ട് മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതും അതുപോലെ ഒരു വെറൈറ്റി സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇനി ഞാനിവിടെ സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഒരു 7 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 7 മുട്ട എടുത്താൽ നമുക്ക് 14 സ്നാക്സ് തയ്യാറാക്കാം. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇനി മുട്ട ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ തണുത്ത വെള്ളം നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, നമുക്ക് പെട്ടെന്നൊന്ന് മുട്ട തണുത്ത് കിട്ടാനായിട്ട്. ഇതുപോലെ മുഴുവനും പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി മുഴുവൻ മുട്ട ഇതുപോലെ നടുകിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത മുട്ടയുടെ മഞ്ഞ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച വെള്ള ഭാഗം ഇവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ടയുടെ ഈ കുഞ്ചിയിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. നിങ്ങളവിടെ ഇതിന് എന്താ പറയാമെന്ന് പറയട്ടോ. ചിലയിടത്ത് കരുന്നോ അങ്ങനെ എന്തൊക്കെ പറയാറുണ്ട്. ഞങ്ങളവിടെ മുട്ടയുടെ കുഞ്ചി എന്നാണ് പറയാറ്. അപ്പോൾ നിങ്ങളവിടേക്ക് എന്താണ് പറയുന്നത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ എഗ് മയോണൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വെജ് മയോണൈസ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്, ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കട്ടെ. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ക്രഷ് ചെയ്ത കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കായിരിക്കും നല്ലത് കേട്ടോ. അത് ഒരുപാട് അങ്ങ് പൗഡർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേറെ നല്ലത് നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ക്രഷ് ചെയ്ത കുരുമുളക് ചേർക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വെളുത്ത എള്ള് അരച്ചെടുത്തതാണ്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് ഉടച്ചെടുത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ മയോണൈസിൽ ചേർത്തതുകൊണ്ട് ആ ടൈമിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറവുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്കിതൊരു പൈപ്പിംഗ് ബാഗ് മാറ്റാനുള്ളതാണ്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരുപാട് മുട്ടയൊന്നും വേണ്ട. നമുക്ക് മുട്ട ആയതുകൊണ്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇല്ലെങ്കിൽ എടുക്കാൻ വിചാരിച്ചിട്ട് ഒന്നാണ് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇതിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ബ്രെഡ് ക്രംസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് റസ്ക് ഒന്ന് പൊടിച്ചെടുത്തായിരുന്നു. അത് ഓവറായിട്ട് പൊടിഞ്ഞു പോയിട്ട് ഇത്ര അങ്ങ് പൊടിയണ്ട കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടലമാവാണ് വേണ്ടത്. അതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മുട്ട ഇതുപോലെ ഒന്ന് ആദ്യം കടലമാവിലൊന്ന് മുക്കിയിട്ട് നമുക്ക് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. മുഴുവൻ അതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ കോട്ട് ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. നമ്മളിത് ബ്രെഡ് ക്രംസ് മാത്രമല്ല ഇതിലൊന്നും വെന്ത് കിട്ടാനുള്ളത്. അപ്പോൾ പെട്ടെന്നൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മുഴുവനായിട്ട് എടുക്കാം. ഇവിടെ മുഴുവനും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചത് പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ബേക്കറി കൊടുക്കുന്ന കവർ ഉണ്ടെങ്കിൽ അതുപോലെ അതിൽ ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ പൊതിന ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് വെച്ചെങ്കിൽ അത് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ പൊതിന വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ഉണ്ടായിരുന്നു, അത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള എഗ്ഗ് വെച്ചിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ ഗസ്റ്റുകൾ വരുമ്പോൾ ഒരു വെറൈറ്റി സ്നാക്സ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. നല്ല വെറൈറ്റി ടേസ്റ്റും അതുപോലെ
വെറൈറ്റി സ്നാക്സ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.